സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അലക്സ്, തുലാവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സാധാരണയിൽ കൂടുതൽ മഴ സംസ്ഥാനത്ത് ലഭിക്കുന്നു, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും, അല്ലേ? വിജയകുമാർ, തീർച്ചയായും അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദ സാധ്യത കൂടി നിലനിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ സ്വാധീനം സംസ്ഥാനത്ത് തുലാവർഷം ശക്തമാക്കുമെന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ തുലാവർഷം കനക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അടുത്ത 5 ദിവസവും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പലയിടങ്ങളിലും പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഈ 3 ജില്ലകളിൽ നൽകിയിട്ടുള്ളത്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇടുക്കിയുടെ മലയോര മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ കനത്ത മഴ, തീവ്രമായ മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് തുടരാനാണ് സാധ്യത. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത 6 ജില്ലകളിലുണ്ട്. നാളെയും മറ്റന്നാളും 11 ജില്ലകളിൽ വീതം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ ആകട്ടെ വടക്കൻ കേരളത്തിലേക്ക് മഴ വ്യാപിക്കും, കനക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ ശക്തമാകും, അല്ലെങ്കിൽ മഴ കനക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സർക്കാർ സംവിധാനങ്ങളും ഈ ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടി വരും. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കാരണം ശക്തമായ കാറ്റിന് ഈ കടൽ പ്രക്ഷുബ്ധമാകാനും ശക്തമായ കാറ്റിനും സാധ്യത തീരമേഖലയിലുണ്ട് എന്നുള്ളതാണ് പ്രവചനം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വിജയകുമാർ. യെസ്, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മഴ തുടരും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ആണ് ഈ മഴ കൂടുതൽ ശക്തമാകുക. നാളെ മുതൽ വടക്കൻ കേരളത്തിലേക്കും മഴ വ്യാപിക്കും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പുള്ളത്. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.